നമസ്കാരം, ഞാൻ ഡോക്ടർ ലക്ഷ്മി, തിരുവനന്തപുരത്തെ SP ഫോർട്ട് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിപ്രഷൻ അഥവാ വിഷാദ രോഗത്തിനെ കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് ഈ ഒരു വാക്ക് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. നമ്മുടെ ന്യൂജൻ പിള്ളേർ പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്, ഇപ്പോൾ ആകെ ഒരു മൂഡ് ഔട്ട്, വല്ലാത്തൊരു ഡിപ്രഷൻ അടിച്ച ഫീലാണ്. എന്നാൽ ഒരല്പം മുതിർന്ന തലമുറയിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ പലരും പറയാറുണ്ട്, ഞങ്ങളുടെയൊന്നും കുട്ടിക്കാലത്ത് ഈ ഡിപ്രഷനും ഇല്ലായിരുന്നു, സ്ട്രെസ്സും ഇല്ലായിരുന്നു. ഇന്നത്തെ കാലത്ത് കൊച്ചു കുട്ടികൾക്ക് വരെ ഡിപ്രഷനാണ്. ഇവരൊന്നും ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടും അല്ലലും അനുഭവിക്കാതെ വളരുന്നതുകൊണ്ടാണ് ഈ ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്നതാണോ സത്യം? അതായത് ഈ കഷ്ടപ്പാടും അല്ലലും ഒന്നും അനുഭവിക്കാതെ വളരുന്നതുകൊണ്ടാണോ ഇന്നത്തെ കാലത്തെ ഈ ആൾക്കാർക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നത്? അതോ ശരിക്കും ഇതൊരു രോഗം തന്നെയാണോ? ഡിപ്രഷൻ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥ തന്നെയാണ്. നമ്മുടെ തലച്ചോറിലെ ചില രാസപദാർത്ഥങ്ങൾ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ് നമ്മൾ ഇവരെ വിളിക്കുക. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഡിപ്രഷനിലെ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന് സിററ്റോണിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് വല്ലാണ്ട് കുറഞ്ഞു പോകുമ്പോൾ അമിതമായ അകാരണമായ വിഷമമുണ്ടാകും, നിരാശയുണ്ടാകും, ഒരു പ്രതീക്ഷയില്ലായ്മ തോന്നും. അതേപോലെ നോറെപ്പിനെഫ്രിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ വരിക, ഫോക്കസ് ചെയ്യാൻ സാധിക്കാതെ വരിക, അമിതമായ ക്ഷീണം തോന്നുക, കൈകാലെല്ലാം വല്ലാതെ തരിക്കുക. അതേപോലെ നമുക്ക് ഡോപ്പാമിൻ, നമ്മുടെ തലയുടെ ഈ മുൻവശത്തുള്ള ബ്രെയിനിൻ്റെ ഭാഗത്തിനെ നമ്മൾ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു ഭാഗത്തുള്ള ഡോപ്പാമിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഒന്നിലും നമുക്കൊരു പ്ലഷർ അല്ലെങ്കിൽ ഒരു സന്തോഷം തോന്നാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ഡിപ്രഷൻ നമ്മുടെ അപസ്മാരം ഒക്കെ പോലെ തന്നെ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇതിന് ചിട്ടയായ മാനസികാരോഗ്യ ചികിത്സയിലൂടെ മാത്രമേ ഈ സിംറ്റംസിന് നമുക്ക് ഇംപ്രൂവ്മെന്റ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഡിപ്രഷനിലെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. ആദ്യമായിട്ട് ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സ്ഥായിയായ വിഷാദഭാവം. ഡിപ്രഷനിലെ ഈ വിഷാദഭാവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ടുള്ള ആദ്യത്തെ ഒരു കുറച്ച് മണിക്കൂറുകളായിരിക്കും ഈ ഡിപ്രഷൻ്റെ വിഷാദഭാവം ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നമുക്ക് അനുഭവപ്പെടുക. അത് കഴിഞ്ഞ് നമ്മളൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് ഈ വിഷാദഭാഗത്തിന് ഒരല്പം ശമനം പേഷ്യൻറ്റിന് ലഭിക്കാറുണ്ട്. പലപ്പോഴും ഡിപ്രഷനിലെ പേഷ്യൻസിനെ കൂട്ടിക്കൊണ്ട് വരുമ്പം കൂടെയുള്ളവർ ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഈ വിഷമം അല്ലെങ്കിൽ സങ്കടം എന്ന് പറയുന്നത് നമ്മളെല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതല്ലേ, അതൊരു അസുഖമൊക്കെ ആണോ? ശരിയാണ്. വിഷമം അഥവാ സാഡ്നെസ് എന്ന് നമ്മൾ പറയുന്നത് നോർമൽ ഹ്യൂമൻ ഇമോഷനാണ്. നമ്മുടെ ദേഷ്യം, സന്തോഷം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഹ്യൂമൻ ഇമോഷൻ തന്നെയാണത്. എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും പ്രതീക്ഷിക്കാത്ത ചില തിരിച്ചടികൾ നമുക്ക് ലൈഫിൽ നേരിടേണ്ടി വരുമ്പോഴും ഒക്കെ ഏതൊരു സാധാരണ മനുഷ്യനും ഈ സങ്കടം തോന്നും. പക്ഷേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വിശ്വസ്തരായ വ്യക്തികളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുന്നതിലൂടെയും ഈ ഡിപ്രഷൻ ഉണ്ടാകുന്ന ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി, അല്ലെ ഈ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറി എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ചില വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെയും ഒരു ട്രിപ്പൊക്കെ പോകുന്നതിലൂടെയും ഒക്കെ ഈ നോർമൽ സാഡ്നെസ് കുറയ്ക്കുവാനും ക്രമേണ മാറ്റുവാനും നമുക്ക് സാധിക്കാറുണ്ട്. ഡിപ്രഷനിലെ വിഷാദഭാവം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. പ്രത്യേകിച്ചൊരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൻ്റെയോ മാറ്റം കൊണ്ടൊന്നും ഡിപ്രഷനിലെ വിഷാദഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. പലപ്പോഴും പേഷ്യൻസ് പറയാറുണ്ട്, ഒരകാരണമായ തീവ്രമായ വിഷമം, നെഞ്ചിലൊരു ഭാരം എടുത്ത് വെച്ചതുപോലെ. അതുകൊണ്ട് തന്നെ ചികിത്സയിലൂടെ മാത്രമേ ഡിപ്രഷനിലെ വിഷാദഭാവം മാറുകയുള്ളൂ. ഇനി പലപ്പോഴും ഡിപ്രഷനെ കുറിച്ച് ആൾക്കാർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ വിഷമം മാത്രമാണ് ഡിപ്രഷൻ്റെ ആകെയുള്ള ഒരു രോഗലക്ഷണം എന്ന്. ഒരിക്കലുമല്ല. നമുക്കിപ്പോൾ ഒരു പനി വരുമ്പോൾ നമുക്ക് തലവേദന വരും, ചൂട് വരും, ടെമ്പറേച്ചർ കൂടും, അതേപോലെ ദേഹം വേദന വരും, ചുമ വരും, മൂക്കൊലിപ്പ് വരും എന്ന് പറയുന്നത് പോലെ ഡിപ്രഷനിലെ രോഗലക്ഷണങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് ഈ സാഡ് മൂഡ് അഥവാ നമ്മൾ ഈ വിഷമം എന്ന് പറയുന്നത്. ഇനി മറ്റുള്ള രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്തത്, ഒന്നിലും നമുക്കൊരു സന്തോഷം തോന്നാതിരിക്കുന്ന അവസ്ഥ. അതായത് മുമ്പ് നമ്മൾ വളരെ ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളോടെല്ലാം ഇപ്പോൾ ഒരു വല്ലാത്ത വിരക്തി തോന്നുക, അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് യാതൊരു സന്തോഷവും ഫീൽ ചെയ്യാതിരിക്കുക. ഉദാഹരണത്തിന് ഒരൊറ്റ എപ്പിസോഡ് പോലും വിടാതെ സീരിയൽ കാണുന്ന ഒരു വീട്ടമ്മ പെട്ടെന്ന് ഈ സീരിയൽ കാഴ്ചയെല്ലാം നിർത്തി TV പോലും ഓണാക്കാതിരിക്കുക. വീട്ടിൽ രാവിലെ പത്രം വന്നു കഴിഞ്ഞാൽ അതൊന്ന് തുറന്നു പോലും നോക്കാതിരിക്കുക. പത്രങ്ങളും മാസികയും എല്ലാം ദിവസേനയുള്ളത് ഇങ്ങനെ കൂനം കൂടി ഇങ്ങനെ വീട്ടിൽ കിടപ്പുണ്ട്.
കിടക്കുന്നുണ്ടായിരിക്കും, ഒന്ന് തുറന്നു പോലും നോക്കിയിട്ടുണ്ടാവില്ല. അതേപോലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ ഫാമിലിയുടെയോ ഒക്കെ കൂടെ ഇരുന്ന് സമയം ചെലവഴിക്കുമ്പോൾ ഈ കൂട്ടത്തിൽ നമ്മൾ ഒരു ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാവും. അതായത് ഇവരുടെ സംസാരത്തിലോ കളിചിരികളിലോ ഒന്നും നമുക്ക് പങ്കുചേരുവാനാകില്ല. നമ്മുടെ ചുറ്റും ഇരിക്കുന്ന എല്ലാവരും ചിരിക്കുമ്പോൾ നമുക്ക് മാത്രം ചിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഡിപ്രഷനുള്ള രോഗികൾ കഴിയുന്നതും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്യുന്നത് കാണും. അതേപോലെ ഒരു പാട്ട് കേൾക്കാൻ തോന്നാതിരിക്കുക, ഒരു സിനിമ കാണാൻ സാധിക്കാതിരിക്കുക. പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഡിപ്രഷനുള്ള രോഗികളെ, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, നമുക്കൊരു സിനിമയ്ക്കൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോകും. പക്ഷേ ഈ പോയി അവിടെ ഇരുന്നത് കാണുമ്പം ഇവർക്ക് ഇറിറ്റേഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ഇതിനോട് യാതൊരു ഇൻട്രസ്റ്റും ഇവർക്ക് ഉണ്ടാവില്ല, ഇവർക്കത് ആസ്വദിക്കുവാൻ സാധിക്കുകയില്ല. ഇതിനെ നമ്മൾ അനഡോണിയ എന്നാണ് സൈക്യാട്രിയിൽ വിളിക്കുന്നത്. ഇത് ഡിപ്രഷൻ്റെ ഒരു സിംറ്റമാണ്. ഇനി അടുത്ത രോഗലക്ഷണത്തിലേക്ക് കടക്കാം. അമിതമായ ക്ഷീണം. നമ്മൾ വളരെ നിസ്സാരമായി മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ ഇപ്പം ചെയ്യുമ്പോൾ ഒരുപാട് എഫേർട്ട് നമുക്ക് ഇടേണ്ടി വരിക. അതായത് ഇപ്പം വളരെ കഷ്ടപ്പെട്ടാണ് നമ്മളിപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. വീട്ടിലെ എല്ലാ ജോലികളും നിസ്സാരമായി മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വീട്ടമ്മ ഇപ്പോൾ ഒരു മുറി നമ്മളൊന്ന് തൂത്ത് തുടയ്ക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായി ക്ഷീണിച്ചു പോവുക. ഒരു കുറച്ച് നേരം കിടന്നു കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ള അവസ്ഥ. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒരാദ്യത്തെ 1-2 മണിക്കൂർ കഴിയുമ്പം തന്നെ നമ്മുടെ എല്ലാ എനർജിയും നഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് ടയേർഡായി പോവുക. ഈവനിങ് നമ്മൾ ഈ ഒരു 4 മണിയൊക്കെ എങ്ങനെയെങ്കിലും ആ സമയം ഒന്ന് തള്ളി നീക്കി വീട്ടിൽ പോയി ഒന്ന് കിടന്നാൽ മതി എന്ന് തോന്നുന്ന അവസ്ഥയാണ് ഈ അമിതമായ ക്ഷീണം. പല അല്ലാത്ത ഫിസിക്കൽ കണ്ടീഷൻസിലും മറ്റു പല രോഗങ്ങളിലും ഇതേപോലെ അമിതമായ ക്ഷീണം രോഗികൾക്ക് ഉണ്ടാവുന്നതാണ്. ഉദാഹരണത്തിന് തൈറോയിഡ് അബ്നോർമാലിറ്റീസ്, അതേപോലെ അനീമിയ, ചില വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഉദാഹരണത്തിന് വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 എന്നിവയുടെ ഡെഫിഷ്യൻസി, അതേപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ഡയബറ്റിസ്, ക്യാൻസർ, ഇവയിലൊക്കെ രോഗികൾക്ക് ഇതേപോലെ ക്ഷീണം ഉണ്ടാവാം. പക്ഷേ നിങ്ങൾ പോയി ഈ ടെസ്റ്റുകളെല്ലാം ചെയ്ത് മറ്റ് യാതൊരു രോഗവും ഇല്ലാത്ത ഒരാൾക്ക് അകാരണമായ ക്ഷീണം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിന് കാരണം തീർച്ചയായിട്ടും ഡിപ്രഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് അടുത്ത രോഗലക്ഷണത്തിലേക്ക് കടക്കാം. ഒന്നിലും നമുക്ക് ഫോക്കസ് ചെയ്യുവാൻ സാധിക്കാതിരിക്കുക. അതായത് നമ്മുടെ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, ശ്രദ്ധിക്കാനുള്ള നമ്മുടെ കഴിവ് കുറഞ്ഞു പോവുക. ഇത് കുട്ടികളെ സംബന്ധിച്ചും പഠിക്കുന്ന കൗമാരക്കാരെ സംബന്ധിച്ചും ഒക്കെ ഒരു വലിയ പ്രോബ്ലമാണ്. കാരണം ഇവർക്ക് കോളേജിലോ സ്കൂളിലോ ഒന്നും പോകുമ്പം ഈ പഠനത്തിലൊന്നും ഇവർക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അതുമാത്രമല്ല ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഇത് കാരണം ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അവർക്ക് ഫോക്കസ് ചെയ്യാൻ ഒരു കഴിവ് കുറവ് വരുന്നുണ്ട്. അതേപോലെ ഈ ശ്രദ്ധക്കുറവ് കാരണം ഇവരുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ കെയർലെസ് ആയിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാകും. അതിനൊക്കെ ഇവര് പലപ്പോഴും പഴി കേൾക്കേണ്ടി വരികയും ചെയ്യും. ഇതിവരെ കൂടുതൽ ഡിപ്രസ്ഡ് ആക്കും. ഈ ശ്രദ്ധക്കുറവ് കാരണം ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് മറവി. പലപ്പോഴും രോഗികൾ നമ്മുടെ അടുത്ത് ഡോക്ടറെ എനിക്ക് അൾഷിമേഴ്സ് ആണോ എന്ന് സംശയമുണ്ട്, എനിക്ക് ഡിമെൻഷ്യ ആണോ എന്ന് സംശയമുണ്ട് എന്നൊക്കെ ചോദിച്ച് വരാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഡിമെൻഷ്യ അല്ല, സ്യൂഡോ ഡിമെൻഷ്യ എന്നാണ് ഈ കണ്ടീഷനെ നമ്മൾ വിധിക്കുന്നത്. അതായത് നമുക്ക് ശ്രദ്ധക്കുറവ് കാരണം ഇപ്പോൾ ഒരു സാധനം എവിടെയെങ്കിലും വെച്ചിട്ട് പിന്നീട് അത് എവിടെ വെച്ചു എന്ന് നമ്മൾ മറന്നു പോവുക. ഇതിനെയാണ് നമ്മൾ സ്യൂഡോ ഡിമെൻഷ്യ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഡിപ്രഷൻ്റെ ട്രീറ്റ്മെന്റ് എടുത്ത് അത് ഭേദമാകുന്നതിനൊപ്പം തന്നെ ഈ മറവിയും മാറും. ഇത് മറവി രോഗമല്ല. ഇനി അടുത്ത രോഗലക്ഷണത്തിലേക്ക് കടക്കാം. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല, ആർക്കും എന്നെ വേണ്ട, ഞാനിപ്പോൾ എല്ലാവർക്കും ഒരു ഭാരമാണ്, ഞാനിപ്പോൾ എല്ലാവർക്കും ഒരു ശല്യമായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ള തോന്നൽ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ രോഗികൾക്കുണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് ഗിൽറ്റ്. അതായത് ഞാൻ എന്തോ കുറ്റം ചെയ്തതിൻ്റെ അല്ലെങ്കിൽ ഞാൻ എന്തോ തെറ്റ് ചെയ്തതിൻ്റെ ഫലമായിരിക്കും ഞാൻ ചിലപ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്നത്, ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാണ് എന്നുള്ള തോന്നൽ. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു രോഗിയെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു ഇരുണ്ട ഇടനാഴിയിലൂടെ നടന്നു പോകുമ്പോൾ ദൂരെ പോലും നമുക്ക് പ്രതീക്ഷയുടെ ഒരു കണിക കാണാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഭീകരമായ ഒരവസ്ഥയാണ്. വല്ലാത്ത നിരാശയും അതുപോലെ നമ്മുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കുമ്പം യാതൊരു പ്രതീക്ഷയും തോന്നാത്ത ഭീകരമായ ഒരു അവസ്ഥയാണ് രോഗികളെ സംബന്ധിച്ച്. ഇനി ഇത് തീവ്രമാവാതെ ഡിപ്രഷൻ്റെ നമ്മുടെ സിവിയറിറ്റി തീവ്രമാകും തോറും, സിവിയർ ഡിപ്രഷൻ ആകും തോറും ഡെത്ത് വിഷസ് അല്ലെങ്കിൽ സൂയിസൈഡൽ ഐഡിയേഷൻസ് വന്നു തുടങ്ങും പേഷ്യൻസിന്. ഈ ഡെത്ത് വിഷസും സൂയിസൈഡൽ ഐഡിയേഷനും രണ്ടും രണ്ടാണ്. ഡെത്ത് വിഷ് എന്ന് പറയുന്നത് എന്തിനാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്, ഞാൻ ഇങ്ങനെ ജീവിക്കുന്നതിലും എത്രയോ നല്ലതാണ് ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ, ഒന്നുമില്ലെങ്കിലും എൻ്റെ കൂടെ ഉള്ളവരെങ്കിലും രക്ഷപ്പെട്ടേനെ. ഇതാണ് ഡെത്ത് വിഷ് എന്ന് പറയുന്നത്. സിവിയർ ആയിട്ടുള്ള ഡിപ്രഷനിലാണ് ആത്മഹത്യാ പ്രവണത, അതായത് സൂയിസൈഡൽ ഐഡിയേഷൻ കൃത്യമായി പ്രകടമായി തുടങ്ങുന്നത്.
ഈ സൂയിസൈഡൽ ഐഡിയേഷൻ ഉള്ള വ്യക്തികൾ പലപ്പോഴും ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള ചാൻസ് ഉണ്ട്. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആത്മഹത്യകളിൽ ഭൂരിപക്ഷവും നല്ലൊരു ശതമാനവും തിരിച്ചറിയപ്പെടാതെയും ചികിത്സിക്കപ്പെടാതെയും പോകുന്ന ഡിപ്രഷൻ രോഗം തന്നെയാണ്. അതുകൊണ്ടാണ് ഡിപ്രഷനെ നമ്മൾ ചികിത്സിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ നമ്മുടെ കാഷ്വാലിറ്റിയിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഒരു രോഗി വരികയാണെങ്കിൽ ഈ രോഗിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്കൊരു ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് സർജറി ചെയ്യേണ്ടി വരും. കുറഞ്ഞത് 1-2 ലക്ഷം രൂപയെങ്കിലും നമുക്ക് ഏറ്റവും കുറഞ്ഞ ചെലവ് ഇതിനു വേണ്ടി ചെലവാക്കേണ്ടി വരും. ഇതേപോലെ ഒരു ഡിപ്രഷനുള്ള രോഗി ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോഴത്തേക്ക് ഈ ഒരു രോഗിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും അയാളുടെ ജീവൻ രക്ഷിക്കുവാനും നമുക്കൊരു 300-400 രൂപയുടെ സൈക്യാട്രി മരുന്ന് മാത്രം മതി. ഇവൻ എന്തായാലും മരിക്കാൻ തീരുമാനിച്ചതല്ലേ, ഇവനെയൊക്കെ എന്തിനാ രക്ഷിക്കുന്നത് എന്ന ചിന്ത പാടില്ല. 2 അവസരങ്ങളിലും രോഗം തന്നെയാണ്, അവരുടെ രോഗാവസ്ഥയാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത്. അതുകൊണ്ട് ഒരു സ്റ്റിഗ്മ അവരോട് നമുക്ക് തോന്നാൻ പാടില്ല. 2 അവസരങ്ങളിലും ജീവൻ തന്നെയാണ് രക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഉറക്കത്തിലും നമ്മുടെ ഭക്ഷണശൈലി, അതായത് നമ്മുടെ അപ്പറ്റൈറ്റ്, വിശപ്പിലും വരുന്ന വ്യത്യാസങ്ങൾ. ഉറക്കത്തിൽ ഒന്നുകിൽ കുറവ് അല്ലെങ്കിൽ ഉറക്ക കൂടുതൽ, അത് രണ്ടും പേഷ്യൻസിൽ ഉണ്ടാകാം. നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഉറക്കക്കുറവാണ് ഉണ്ടാകുന്നത്. ഡിപ്രഷനിൽ ഉണ്ടാകുന്ന ഉറക്കക്കുറവിന് ചില പ്രത്യേകതകളുണ്ട്. പേഷ്യന്റ് രാവിലെ സാധാരണ എഴുന്നേൽക്കുന്നതിൽ നിന്നും ഒരു 2 മണിക്കൂർ മുമ്പേ എഴുന്നേറ്റിരിക്കുക. ഈ 2 മണിക്കൂർ മുമ്പേ, അതായത് ഒരു 6 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേ എഴുന്നേൽക്കുക. ഈ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീഴുവാൻ സാധിക്കാതെ വരും. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഉറന്നു കിടക്കുന്ന സമയത്ത് ഇവർക്ക് ഡിപ്രസീവ് റൂമിനേഷൻസ് എന്ന് പറഞ്ഞ ഒരു അനുഭവം ഉണ്ടാവും. ഈ റൂമിനേഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം അയവിറക്കുക എന്നാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നടന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമുക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മോശമായ കാര്യങ്ങളും ഡിപ്രഷൻ ഉണ്ടാകുന്ന തോട്ട്സുകളും മാത്രം ഒരു പശു അയവിറക്കുന്നത് പോലെ വീണ്ടും 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 കാരണമില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ ഡിപ്രഷനിലെ വിഷാദ രാവിലെ ആ എഴുന്നേൽക്കുന്ന സമയത്ത് ഏറ്റവും തീവ്രമായി പേഷ്യൻസിന് അനുഭവിക്കേണ്ടി വരുന്നത്. ഇനി കൗമാരക്കാരിൽ വരുന്ന ഡിപ്രഷന് കുറച്ച് വ്യത്യാസമുണ്ട്. ഉറക്കക്കുറവിന് പകരം പലപ്പോഴും ഉറക്ക കൂടുതലാണ് ഇവരിൽ വരിക. അതായത് ചിലപ്പം കോളേജിലോ സ്കൂളിലോ ഒന്നും പോകാതെ ദിവസം മുഴുവൻ കിടന്നുറങ്ങിക്കളയും, രാത്രി എഴുന്നേറ്റിരിക്കും. ഇതാണ് സാധാരണ കൗമാരക്കാരിൽ കാണുക. അതേപോലെ വിശപ്പിലും വ്യത്യാസം വരും. നമ്മൾ വളരെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്ന, ടേസ്റ്റ് തോന്നിക്കൊണ്ടിരുന്ന ഭക്ഷണം പോലും ഇപ്പൊ കഴിക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ രോഗികൾ പലപ്പോഴും ഫുഡ് സ്കിപ്പ് ചെയ്യുന്നത് കാണാറുണ്ട്. അതായത് ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ദിവസം ഒരു നേരം മാത്രം കഴിക്കുക. അതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരഭാരം ചിലപ്പോൾ പെട്ടെന്ന് കുറയും, ഒരു 5% കുറയുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി കൗമാരക്കാരിൽ ഞാൻ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വിശപ്പിന്റെ കാര്യത്തിലും അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവരിൽ സാധാരണ കൂടുതൽ കഴിക്കുന്നതാണ് കാണുക. പ്രത്യേകിച്ച് കൗമാരക്കാരായ പെൺകുട്ടികൾ ഇവര് ജങ്ക് ഫുഡ്സ് ഒരുപാട് കഴിക്കുക, അതേപോലെ മധുരം ഒരുപാട് കഴിക്കുക. പല സിനിമകളിലും ഇത് കാണിക്കാറുണ്ട്. അതായത് ഐസ്ക്രീമിന്റെ ഒരു പാക്കറ്റൊക്കെ മേടിച്ച് വെച്ചിട്ട്, ഒരു ഫാമിലി പാക്കറ്റൊക്കെ മേടിച്ച് വെച്ച് ഒറ്റയടിക്ക് കഴിച്ച് തീർക്കുന്നതൊക്കെ കാണിക്കാറുണ്ട്. അത് സത്യമാണ്. കൗമാരക്കാരിലുള്ള ഡിപ്രഷനിൽ അങ്ങനെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരഭാരം പെട്ടെന്ന് കൂടുന്നതായിട്ടും നമുക്ക് കാണാം. ഇനി ഇതോടൊപ്പം ഡിപ്രഷനിൽ വരുന്ന മറ്റു ചില ലക്ഷണങ്ങൾ, അതായത് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളും നമുക്ക് ഡിപ്രഷനുള്ള രോഗികൾക്ക് വരാം. ഉദാഹരണത്തിന് ഭയങ്കരമായ ശരീരവേദന, പല ഭാഗങ്ങളിലായിട്ട് നീണ്ടകാലം നമുക്ക് ഒരു ശമനമില്ലാത്ത ശരീരവേദന അനുഭവപ്പെടുക. കൈകാലുകളിലെല്ലാം വല്ലാത്ത ഒരു തരിപ്പ്. പലപ്പോഴും പേഷ്യൻസ് പറയുന്ന ഒരു കാര്യമാണ്, ഒരു പുകച്ചില് പോലെ ഫീൽ ചെയ്യുന്നു ഡോക്ടറെ എന്ന് പറയും. അത് പ്രത്യേകിച്ച് കൈകളിലും കാലുകളിലുമാണ് ഫീൽ ചെയ്യുക. ചിലർ അതേപോലെ തലയുടെ പുറകിലും, നമ്മുടെ തലയുടെ പുറകിലായി വല്ലാത്തൊരു ഭാരം അല്ലെങ്കിൽ ഒരു നീറ്റലോ എരിച്ചിലോ ഒക്കെ പോലെ തോന്നുന്നു എന്നും ഒരുപാട് പേഷ്യൻസ് പറയാറുണ്ട്. ഇതും ഡിപ്രഷന്റെ ഒരു ലക്ഷണമാണ്. ചില പേഷ്യൻസിൽ ഉത്കണ്ഠ, അമിതമായ ആൻസൈറ്റിയും അതേപോലെ വിറയലുമൊക്കെ ഡിപ്രഷന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. ഇനി ഡിപ്രഷനെ നമ്മൾ ഒരു സിവിയറിറ്റിയുടെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിക്കാറുണ്ട്. അതായത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. ഇതിൽ ഈ മൈൽഡും മോഡറേറ്റും ഡിപ്രഷൻ വരുന്ന പേഷ്യൻസിന് അവരുടെ ജോലികളും അതേപോലെ അവരുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളും ഒക്കെ വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കാറുണ്ട്. പക്ഷേ സിവിയർ ഡിപ്രഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒക്കുപേഷനെയും നമ്മുടെ സോഷ്യൽ ഫങ്ഷനിങ്ങിനെയും എല്ലാം അത് ബാധിച്ചു തുടങ്ങും. അതായത് ബാക്കി ആൾക്കാർക്കും ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളത് വ്യക്തമായി തുടങ്ങും ഈ സിവിയർ ആയി കഴിഞ്ഞാൽ. ഇനി സിവിയർ ഡിപ്രഷൻ ഉള്ള പേഷ്യൻസിന് ഇതിന്റെ കൂട്ടത്തിൽ വേറെ ചില സിംറ്റംസ് കൂടെ വരാം.
നമ്മുടെ സൈക്കോട്ടിക് സിംറ്റംസ് അല്ലെ മതിഭ്രമത്തിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് പോലത്തെ ചില സിംറ്റംസ് അവർക്ക് അനുഭവപ്പെടാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഡെല്യൂഷൻസ്, അതായത് മിഥ്യാധാരണകൾ. അതിലൊന്ന് ഡെല്യൂഷൻ ഓഫ് ഗിൽറ്റ് ആണ്. അതായത് ഞാൻ മുമ്പ് എപ്പോഴോ ചെയ്തു പോയ ഒരു കുറ്റത്തിൻ്റെയോ ചിലപ്പം ചെയ്തിട്ട് പോലും ഇല്ലാത്ത ഒരു കുറ്റത്തിൻ്റെ പരിണിത ഫലം അല്ലെ അതിൻ്റെ പാർശ്വഫലമാണ് ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് അനുഭവിക്കേണ്ടവനാണ്, ഞാനിത് അനുഭവിച്ചേ പറ്റൂ എന്ന് പേഷ്യൻ്റ് ഉറച്ച് വിശ്വസിക്കുക. ഒരു ഡെല്യൂഷണൽ ലെവലിൽ അവർ വിശ്വസിക്കും. ഇത്തരം പേഷ്യൻസിനെ പലപ്പോഴും നമുക്ക് ട്രീറ്റ്മെൻറ്റിന് പോലും കൊണ്ടുവരാൻ സാധിക്കുകയില്ല. നമ്മൾ മരുന്ന് കൊടുത്താൽ പോലും അത് വായിൽ വെച്ച് തുപ്പിക്കളയുകയൊക്കെ ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഇത് അവരനുഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്ക് അവർ തയ്യാറാകത്തില്ല. വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ അവരെ ചികിത്സിക്കുക. ഇനി രണ്ടാമത്തെ ഡെല്യൂഷൻ എന്ന് പറയുന്നത് നിഹിലിസ്റ്റിക് ഡെല്യൂഷൻ. അതായത് എൻ്റെ ശരീരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗമോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പേഷ്യൻ്റ് വിശ്വസിക്കുന്ന ഒരവസ്ഥ. അതേപോലെ ഡെല്യൂഷൻ ഓഫ് പോവർട്ടി, അതായത് ഞാനൊരു തീരാ ദാരിദ്ര്യത്തിലാണ്, എൻ്റെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു പോയി, ഞാൻ വലിയ കടക്കണിയിലാണ് എന്ന് പേഷ്യൻ്റ് ഉറച്ച് വിശ്വസിക്കുക. ഇത് സത്യമല്ല, ഇത് തെറ്റായ വിശ്വാസമാണ്. പക്ഷെ പേഷ്യൻറ്റിനെ സംബന്ധിച്ച് അത് ശരിയാണ്, ഉറച്ചെന്ന് വിശ്വസിക്കുകയാണ്. അതേപോലെ ഡെല്യൂഷൻ ഓഫ് പെർസിക്യൂഷൻ, അതായത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ആർക്കും എന്നെ വേണ്ട, അവരെല്ലാവരും എന്നെ അപായപ്പെടുത്തുവാൻ അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പേഷ്യൻസിന് വരുന്ന മറ്റൊരു പെർസെപ്ഷണൽ അബ്നോർമാലിറ്റിയാണ് നമ്മൾ ഈ ഓഡിറ്ററി ഹാലൂസിനേഷൻസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് അശരീരി പോലെയുള്ള ശബ്ദങ്ങൾ. അതിനകത്ത് ഈ ശബ്ദങ്ങളാണ്, ഓഡിറ്ററി ഹാലൂസിനേഷൻസ് ആണ് ഏറ്റവും കൂടുതലും പേഷ്യൻസിന് കണ്ടുവരുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ചിലപ്പോൾ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ശബ്ദങ്ങൾ നമ്മളോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുക. അതായത് നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, നീ വളരെ മോശമാണ്, ഇങ്ങനെ നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുക. പലപ്പോഴും ഈ ശബ്ദങ്ങൾ പേഷ്യന്റിനെ ശകാരിക്കുകയും ചീത്ത വാക്കുകൾ പറയുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നതുമാകാം. അതായത് നീ ഒന്നിനും കൊള്ളില്ല, നീ പോയി ചാക്, നീ ആത്മഹത്യ ചെയ്യുക എന്ന് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഒരു ശല്യം സഹിക്കാൻ പറ്റാതെ അല്ലെ ആ ഒരു പ്രഷർ താങ്ങാൻ പറ്റാതെ പോയി ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ഇത് സിവിയർ ഡിപ്രഷനിൽ വരുന്ന ഓഡിറ്ററി ഹാലൂസിനേഷൻ ആണ്. ട്രീറ്റ്മെന്റിലൂടെ ഇത് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കുന്നതാണ്. അതേപോലെ വളരെ അപൂർവം ചില പേഷ്യൻസിൽ വിഷ്വൽ ഹാലൂസിനേഷൻസ് ഉണ്ടാകുക. അതായത് പ്രേതങ്ങളെ കാണുക, ശരീരങ്ങൾ കാണുക. ഇത് വളരെ റെയർ ആണ്. അതേപോലെ ഓൾഫാക്ടറി ഹാലൂസിനേഷൻ, അതായത് ചീഞ്ഞ മാംസത്തിന്റെ ഗന്ധം. അത് പലപ്പോഴും വളരെ അപൂർവമായിട്ട് ചില ഡിപ്രഷൻ പേഷ്യൻസ് പറയാറുണ്ട്. അതായത് എവിടെയോ എന്തോ ചത്തു നാറി കിടക്കുന്നത് പോലെ ഒരു ഫീല് അല്ലെങ്കിൽ മണക്കുന്നു എന്ന് പറയാറുണ്ട്. ഇത് ഓൾഫാക്ടറി ഹാലൂസിനേഷൻ ആണ്. അപ്പൊ ഇതെല്ലാം സിവിയർ ഡിപ്രഷനിലാണ് വരുന്നത്. ഇനി വളരെ സിവിയർ ആയിട്ടുള്ള ഡിപ്രഷനിൽ പേഷ്യന്റ് കാറ്ററ്റോണിയ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് കാണുന്നുണ്ട്. ഈ കാറ്ററ്റോണിയ എന്ന് പറയുന്ന അവസ്ഥ സൈക്കാട്രിയെ സംബന്ധിച്ച് വളരെയധികം ഭയാനകമായ ഒരു അവസ്ഥയാണ്. ഉടനടി നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുകയും അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പേഷ്യന്റ് മരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണിത്. ഈ കാറ്ററ്റോണിയ എന്ന് പറയുന്ന അവസ്ഥയിൽ പേഷ്യന്റ് പലപ്പോഴും ആഹാരം കഴിക്കുകയില്ല, വെള്ളം പോലും കുടിക്കുകയില്ല, ഒന്നും സംസാരിക്കുകയില്ല. ചിലപ്പോൾ ഒരേ പൊസിഷൻ തന്നെ കുറേ നേരം മെയിൻറ്റെയിൻ ചെയ്ത് ഒരേ നിപ്പ് തന്നെ കുറേ മണിക്കൂറുകളോളം ചിലപ്പോൾ അതേ നിപ്പ് നിൽക്കും, അല്ലെ ഒരേ പൊസിഷനിൽ മണിക്കൂറുകളോളം ഇരിക്കുക. പറയുന്ന ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചോദിക്കുന്ന ചോദ്യം തന്നെ ഒരു എക്കോ പോലെ തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനെയാണ് നമ്മൾ കാറ്ററ്റോണിയ എന്ന് പറയുന്നത്. ഉടനടി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് നമ്മൾ ഇഞ്ചക്ഷനും മരുന്നുകളും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പേഷ്യന്റ് മരണപ്പെട്ടു പോകാം.